ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സെമസ്റ്ററിലെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന പുതിയ മൊഡ്യൂളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ മൊഡ്യൂളിൽ ബ്രിഡ്ജിൻ്റെ കമ്പോണൻസ്, ടെക്നിക്കൽ ടേംസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് തുടങ്ങിയവയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ബ്രിഡ്ജ് കണ്ടിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് ബ്രിഡ്ജ്? എന്താണ് ബ്രിഡ്ജ്? രണ്ട് റോഡ് അല്ലെങ്കിൽ റെയിൽവേകൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒബ്സ്ട്രക്ഷൻ വരികയാണ് എങ്കിൽ അവയെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രിഡ്ജ്. അപ്പം ഇങ്ങനെ വരുന്ന ഒബ്സ്ട്രക്ഷൻസ് വാലി ആവാം, റിവർ ആവാം, കനാൽ ആവാം, ഇല്ലെങ്കിൽ റെയിൽവേ ലൈൻ ആവാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ തടസ്സം വരികയാണെങ്കിൽ അപ്പോൾ അവയെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ മീനിങ് തന്നെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? രണ്ട് ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഫിഗറിൽ ഒരു വാലിക്ക് ക്രോസ് ആയാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ട് ലാൻഡുകൾ കാണാനുണ്ട്, അതിന് ക്രോസ് ആയാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ബോട്ടം ഭാഗം നോക്കിയേ, ബോട്ടം ഭാഗം ഓപ്പൺ ആണ്. ജസ്റ്റ് ഇതിന് ബ്രിഡ്ജിന് വേണ്ട സപ്പോർട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ബോട്ടം ഭാഗം അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. രണ്ടാമത്തെ ഫിഗറിൽ എന്താണ്? ഒരു റെയിൽവേ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, അതിന് മുകളിലായാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഫിഗറിൽ ഒരു റിവറിനെ ക്രോസ് ആയാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫിഗറിൽ ഒരു കനാലിനെ ക്രോസ് ആയാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ബ്രിഡ്ജ് നമുക്ക് പല സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാം. അതായത് പല തരത്തിൽ ഒബ്സ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഈ ഒബ്സ്ട്രക്ഷൻസ് ആണ് റോഡ്, റിവർ, കനാല്, റെയിൽവേ ലൈൻ. അപ്പോൾ ഇങ്ങനെ തടസ്സങ്ങൾ വരുമ്പോഴാണ് ബ്രിഡ്ജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബ്രിഡ്ജിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A bridge is a structure providing passage over an obstacle such as a valley, a road, a railway line, canal, river, etc. without closing the valley beneath. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പാസേജ് ആണ്. രണ്ട് റോഡ് അല്ലെങ്കിൽ റെയിൽവേ ലൈനുകൾക്കിടയിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻസ് കാരണം അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രിഡ്ജ്. അപ്പം അതിൻ്റെ ബോട്ടം ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ, അത് ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇങ്ങനെ നിർമ്മിക്കുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ പാസേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ട് പ്ലേസുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു പാസേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കുന്ന പാസേജ് റോഡാവാം, റെയിൽവേ ആവാം, കനാൽ ആവാം, ഇല്ലെങ്കിൽ സൈക്കിൾ ട്രാക്ക് ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പാസേജ് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ബ്രിഡ്ജിൻ്റെ പർപ്പസ് എന്താണ്? എന്തിനു വേണ്ടിയാണ് ബ്രിഡ്ജ് കൊടുക്കുന്നത്? ഏറ്റവും ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലോട്ട് ഈസിയായി സേഫായി പെട്ടെന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? രണ്ട് ലാൻഡുകൾ, അതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ അവർക്ക് ഈസിയായി പോവാൻ സാധിക്കും. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷന് ക്രോസ് ആയ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ ഈസി ഫ്ലോ സാധിക്കും. അതാണ് ആദ്യത്തത്. എനേബിൾ ദ ഫ്രീ ഫ്ലോ ഓഫ് ട്രാഫിക്. അവിടെയുള്ള ആളുകൾക്ക് സേഫായി ഈസിയായി അതിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് പ്ലേസുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുമ്പോൾ അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡെവലപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. പ്രൊവൈഡ് അഡീഷണൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അവിടെ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊവൈഡ് മോർ സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ് ടു ദ പീപ്പിൾ. അവിടെ സോഷ്യലി ഡെവലപ്പ് ആവാനുള്ളത്, അവിടെയുള്ള ആളുകൾക്ക് സാമൂഹികമായും സാമ്പത്തികമായും ഒരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് ഓൾസോ എനേബിൾ മൂവ്മെൻറ്റ് ഓഫ് ട്രൂപ്സ് ആൻഡ് മിലിറ്ററി വെഹിക്കിൾസ് ഡ്യൂറിങ് ഹോസ്പിറ്റലിറ്റീസ്. അവിടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയും ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം ബ്രിഡ്ജ് എന്ന് പറയുന്നത് രണ്ട് റോഡ് അല്ലെങ്കിൽ റെയിൽവേകൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലൊരു ഒബ്സ്ട്രക്ഷൻ വരികയാണ്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്ന ഒരു പാസേജ് ആണ്. അങ്ങനെ നിർമ്മിക്കുന്ന സ്ട്രക്ചറാണ് ബ്രിഡ്ജ്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കിനി പരിചയപ്പെടാം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കമ്പോണൻറ്റ്സ് ഓഫ് എ ടിപ്പിക്കൽ ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ
ബ്രിഡ്ജിൻ്റെ ബോട്ടം ഭാഗത്ത് അബട്ട്മെൻറ്റ്, പിയർ, അപ്രോച്ച്, എംബാങ്ക്മെൻറ്റ്, ഫൗണ്ടേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ടർ ലെവൽ, ഹൈ ഫ്ലഡ് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് ഇതൊക്കെ ഉണ്ട്: ഹാൻഡ് റെയിൽസ്, പാരപ്പെറ്റ്, എക്സ്പാൻഷൻ ജോയിൻറ്റ്, കർബ്, ഡെക്ക് സ്ലാബ്, അപ്രോച്ച് സ്ലാബ്, റോഡ് ലെവൽ, ഇതെല്ലാം നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ പോർഷനായിട്ട് ഒരു ബിയറിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ബിയറിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി ഡെഫിനിഷൻസ് പറയുന്നത്. ഓക്കെ, ഇവിടെ ബിയറിംഗ് ഈ പിയറിൻ്റെ മുകളിലായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീംസ്, ഗിർഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയി നോക്കാം. പിന്നെ ബ്രിഡ്ജിൻ്റെ കമ്പോണൻസിനെ നമുക്ക് മെയിനായി രണ്ടായി തരംതിരിക്കാൻ സാധിക്കും. അതായത് സബ്സ്ട്രക്ചർ, അതുപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചർ. മെയിനായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സബ്സ്ട്രക്ചർ എന്നും അതുപോലെ സൂപ്പർ സ്ട്രക്ചർ എന്നും. എന്തായിരിക്കും സബ്സ്ട്രക്ചർ? ഒരു ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ. ബിയറിംഗ് നേരത്തെ ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പിയറിൻ്റെയും അബട്ട്മെൻറ്റിൻ്റെയും മുകളിലായിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ബിയറിങ്. അപ്പോൾ ഈ ബിയറിങ്ങിൻ്റെ താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ. അതുപോലെ തന്നെ ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളാണ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ സബ്സ്ട്രക്ചറിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും? അബട്ട്മെൻറ്റ്, പിയർ, വിങ് വാള് തുടങ്ങിയ ഭാഗങ്ങൾ, ഫൗണ്ടേഷനൊക്കെ താഴെയാണ് വരുന്നത്. അപ്പോൾ ഈ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ കമ്പോണൻസ് ഓഫ് ദ ബ്രിഡ്ജ് അപ് ടു ദ ലെവൽ ഓഫ് ബിയറിംഗ് ആർ കോൾഡ് സബ്സ്ട്രക്ചർ. ബിയറിങ്ങും ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളാണ് സബ്സ്ട്രക്ചർ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന് മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചറിനെ താങ്ങി നിർത്തുക എന്നതാണ്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സബ്സ്ട്രക്ചറിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, സൂപ്പർ സ്ട്രക്ചർ. ദ കമ്പോണൻസ് ഓഫ് ദ ബ്രിഡ്ജ് എബവ് ദ ലെവൽ ഓഫ് ബിയറിംഗ് ആർ നോൺ ആസ് സൂപ്പർ സ്ട്രക്ചർ. ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളെല്ലാം സൂപ്പർ സ്ട്രക്ചറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ബ്രിഡ്ജിൻ്റെ മുകളിൽ വരുന്ന ഭാഗങ്ങൾ? പാരപ്പെറ്റ്, റോഡ് വേ, ഗിർഡേഴ്സ്, അതൊക്കെ വരുന്നത് ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന കമ്പോണൻസ്. നെക്സ്റ്റ്, ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ അപ്പോൾ ഇത് ഏത് ഭാഗത്ത് വരും? സബ്സ്ട്രക്ചറിലാണോ സൂപ്പർ സ്ട്രക്ചറിലാണോ വരിക? ബോട്ടം മോസ്റ്റ് പോർഷനാണ് ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ ഇത് സബ്സ്ട്രക്ചറിൽ വരുന്ന ഒരു ഭാഗമാണ് ഫൗണ്ടേഷൻ. എന്തായിരിക്കും ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ? മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചറിൻ്റെയും സബ്സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലൈവ് ലോഡ്, ഡെഡ് ലോഡ് എല്ലാം ബിയറിംഗ് ചെയ്ത് താഴെയുള്ള സബ്സോയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് which distribute the dead loads of the superstructure, piers and abutments along with the live load which come on bridge over a large area of the subsoil. ബ്രിഡ്ജ് അവിടെ സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ്, അതുപോലെ സബ്സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ് എല്ലാം ഈക്വലി സോയിലിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രം അവിടെ ബ്രിഡ്ജ് സ്റ്റേബിളായി നിൽക്കുള്ളൂ. അപ്പോൾ ഇതിന് ഫൗണ്ടേഷൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു ഭാഗമാണ്. ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് ഫൗണ്ടേഷൻ്റെ മെയിനായിട്ട് വരുന്നൊരു ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ബ്രിഡ്ജിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ താഴെയായി സബ്സ്ട്രക്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ്സ്ട്രക്ചർ പിയർ അതിൻ്റെ മിഡിലായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പിയറിൻ്റെ മുകളിലായിട്ട് ഗിർഡേഴ്സിൻ്റെ ഇടയിലായി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ബിയറിംഗ്. ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ, അതിന് താഴെ വരുന്ന ഭാഗമാണ് സബ്സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് അബട്ട്മെൻറ്റ്സ്. ഒരു ബ്രിഡ്ജിൻ്റെ എൻഡ് സപ്പോർട്ടിനെയാണ് അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് അവിടെ നിൽക്കണമെങ്കിൽ അതിനെന്തായാലും സപ്പോർട്ടുകൾ കൊടുക്കണം അല്ലേ. ഇപ്പം ബ്രിഡ്ജിൻ്റെ എൻഡ് ഭാഗത്ത് വരുന്ന സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ്. സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അബട്ട്മെൻറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് പറയാം, ദീസ് ആർ ദ എൻഡ് സപ്പോർട്ട് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകൾക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അബട്ട്മെൻറ്റ്. ദീസ് ആർ ദ എൻഡ് സപ്പോർട്ട് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ബ്രിഡ്ജിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഇവിടെ അബട്ട്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് വിങ് വാള് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പിയേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബീം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് വിങ് വാൾസ്.
ഈ അബട്ട്മെന്റ് സൈഡിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഫിഗറിൽ കണ്ടു വിങ് വാള്. വിങ് വാൾ എന്ന് പറയുന്നത് അബട്ട്മെന്റിന്റെ സൈഡിലായി നിർമ്മിക്കുന്ന വോളാണ്. ഇങ്ങനെ വിങ് വാള് നിർമ്മിക്കുന്നതിന്റെ ഉദ്ദേശം അതിന്റെ സൈഡിലുള്ള എംബാങ്ക്മെന്റിനെയും അത് വരുന്ന അപ്രോച്ച് റോഡിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇതിന്റെ ബ്രിഡ്ജ് ഉണ്ട്, അതിന്റെ രണ്ട് സൈഡിലായിട്ട് അബട്ട്മെന്റ് ഉണ്ട്. ഈ അബട്ട്മെന്റ് സൈഡിലോട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു വോള് പോകുന്നുണ്ട് അല്ലേ. ഈ സൈഡിലോട്ട് പോകുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വോളാണ് വിങ് വാൾ. വിങ് വാൾ പലതരത്തിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. എന്നിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് ചിലത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് പല രീതിയിൽ വിങ് വാൾ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കുറേ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തത് കാണാൻ സാധിക്കും അല്ലേ. ഈ റിവറിൽ നിന്ന് വരുന്ന വേവ് ആക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും വിങ് വാളിൻ്റെ ഒരു ഫംഗ്ഷനാണ്. വിങ് വാൾ എന്ന് പറയുന്നത് ദീസ് ആർ ദ വാൾസ് കൺസ്ട്രക്റ്റഡ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ അബട്ട്മെന്റ് ടു റീറ്റെയിൻ ദ എംബാങ്ക്മെന്റ് ഓഫ് അപ്രോച്ചസ് ആൻഡ് ഓൾസോ ടു പ്രൊട്ടക്ട് ദം ഫ്രം ദ വേവ് ആക്ഷൻ ഓഫ് ദ സ്ട്രീം വാട്ടർ. ഈ വിങ് വാളിൻ്റെ ഫംഗ്ഷൻ അബട്ട്മെന്റ് രണ്ട് സൈഡിലുമായിട്ടുള്ള സോയിലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ റിവർ ബെഡിലുള്ള വേവ് ആക്ഷൻസ്, വാട്ടറിൻ്റെ വേവ് ആക്ഷൻസ് തടഞ്ഞു നിർത്തുക, അത് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് വിങ് വാളിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിങ് വാൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഈ വാള് നിർമ്മിച്ചിട്ടുള്ളത്. സൈഡിലുള്ള എംബാങ്ക്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ വാട്ടറിൽ നിന്ന് വരുന്ന ആ വേവ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ നിന്നെല്ലാം ബ്രിഡ്ജിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് വിങ് വാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് പിയേഴ്സ്. ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എൻഡിൽ കൊടുക്കുന്ന സപ്പോർട്ടാണ് അബട്ട്മെൻറ്റ്. അതുകൂടാതെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ടോട്ടൽ സ്പാന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്രിഡ്ജിനെ താങ്ങി നിർത്താൻ വേണ്ടി ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറേ സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് എ സൂപ്പർ സ്ട്രക്ചർ. ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് ക്രിബ് എന്ന് പറയുന്നത്. ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന പിയേഴ്സിനെയാണ് ക്രിബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെമ്പററി പിയേഴ്സ് മെയ്ഡ് ഇൻ ദ റിവർ ബെഡ് ഈസ് നോൺ ആസ് ക്രിബ്സ്. പിയേഴ്സ് എന്ന് പറയുന്നത് ഒരു പാലത്തിൻ്റെ ഇടയിലൂടെ വരുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടാണ്. തൽക്കാലമായിട്ട് കൊടുക്കുന്ന പിയേഴ്സിനെയാണ് ക്രിബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിലൊരു ബ്രിഡ്ജിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന കുറേ പിയേഴ്സ് ഇതിൽ കാണാൻ സാധിക്കും. ഇടയിൽ വരുന്ന ഈ സപ്പോർട്ടിനെയാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. ഫിഗർ കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് അപ്രോച്ചസ്. ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുമ്പോൾ അതിനടുത്ത് വരുന്ന റോഡിനെ ബ്രിഡ്ജിൻ്റെ ലെവലിലോട്ട് സെയിം ആക്കി മാറ്റുന്നത്, അവിടെ ഒരു അപ്രോച്ച് റോഡ് അല്ലെങ്കിൽ റെയിൽവേ ആണെങ്കിൽ റെയിൽവേക്ക് സെയിം ആക്കി മാറ്റാൻ വേണ്ടി അവിടെ ഒരു വേ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഭാഗത്തിനെയാണ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ അപ്രോച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. These are the construction works on both sides of the bridges to carry road or railway line up to the bridge. റോഡോ അല്ലെങ്കിൽ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അതേ ലെവലിലാക്കി മാറ്റാൻ വേണ്ടി നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കിനെയാണ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റോഡിൻ്റെ ഭാഗമാണ്, ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ റോഡാണ് പോകുന്നത്. ഇതിൽ അപ്രോച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ സൈഡിൽ എക്സ്പാൻഷൻ ജോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അതേ ലെവലിലോട്ട് സെയിം ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ അപ്രോച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഭാഗമാണ് സ്പാന്. നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് സ്പാന് അല്ലേ. എന്തായിരിക്കും സ്പാന്? ഇറ്റ് ഈസ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്. രണ്ട് സപ്പോർട്ട്, പാലത്തിൻ്റെ രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ക്ലിയർ സ്പാന്? രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ദ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സപ്പോർട്ട് ഈസ് നോൺ ആസ് ക്ലിയർ സ്പാൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രിഡ്ജിൻ്റെ അബട്ട്മെൻറ്റ് രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് സ്പാൻ ലെങ്ത് ആയി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്, രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് ഭാഗമാണ് ക്ലിയറൻസ്. ക്ലിയറൻസ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പൊസിഷനിൽ നിന്ന് എടുക്കുന്ന മിനിമം ഡിസ്റ്റൻസ് ആണ്.
A water clearance is the minimum distance between the specified position on a bridge. ബ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എടുക്കുന്ന മിനിമം ഡിസ്റ്റൻസ് ആണ് ക്ലിയറൻസ്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് എന്ന് പറയും. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് റോഡ് ക്ലിയറൻസ്. It is the distance between the maximum width and depth of moving vehicle and a structure. എന്ന് പറയുന്നത് അതിലൂടെ പോകുന്ന ബ്രിഡ്ജിലൂടെ പോകുന്ന വെഹിക്കിളിൻ്റെ മാക്സിമം വിഡ്ത്തും ഡെപ്തും കൺസിഡർ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് റോഡ് ക്ലിയറൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ബ്രിഡ്ജിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷനിൽ നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ ക്ലിയറൻസ്. നെക്സ്റ്റ് ടേമാണ് റിവെറ്റ്മെൻറ്റ്. ബ്രിഡ്ജിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷനിൽ ഒരു റിവർ പോകുന്നുണ്ട്. അപ്പോൾ റിവർ ബാങ്ക്സ് അതുപോലെ തന്നെ റിവറിൻ്റെ സൈഡിൽ നിന്നെല്ലാം സോയിൽ ഇങ്ങനെ ഇറോഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൽ നിന്ന് സോയിൽ ഇറോഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിവർ ബെഡ്സിലും അതുപോലെ റിവർ ബാങ്ക്സിലും സ്റ്റോൺസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് റിവെറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറോഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് റിവെറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ബ്രിഡ്ജിൻ്റെ താഴെ കുറേ സ്റ്റോൺസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സൈഡിലും അതിൻ്റെ റിവർ ബാങ്കിലെല്ലാം കുറേ സ്റ്റോൺസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നത് സോയിലിൻ്റെ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ് placed on the bottom or banks of river for minimizing and controlling the erosion. സോയിൽ എറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോണിൻ്റെയും കോൺക്രീറ്റ് ബ്ലോക്സും റിവർ ബെഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, റിവർ ബെഡ്സിലും റിവർ ബാങ്ക്സിലും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേമാണ് എപ്രോൺ. ഒരു കൾവേർട്ടിൻ്റെ കേസ് എടുക്കാം. ഒരു കൾവേർട്ട് ആണെങ്കിൽ അതിന് എൻട്രൻസ് ഭാഗം അല്ലെങ്കിൽ അത് പുറത്തോട്ട് പോകുന്ന ഔട്ട്ലെറ്റ് ഭാഗം ഇവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കോൺക്രീറ്റിൻ്റെ ആവാം, ഇല്ലെങ്കിൽ മേസൻറിയുടെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കുന്നത് വെള്ളം ഒഴുകുമ്പോൾ സ്കോറിങ് ആക്ഷൻ അവിടെ ഇങ്ങനെ സ്കോർ ചെയ്ത് സോയിലും എല്ലാം സ്കോർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെ ബെഡ് അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ ബെഡിനെയാണ് എപ്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലെയർ ഓഫ് കോൺക്രീറ്റ് ഓർ മേസൻറി സ്റ്റോൺസ് laid like a flooring at the entrance or outlet of culvert to prevent score. വെള്ളം ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന സ്കോറിംഗ് ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷനിൽ കണ്ടോ കോൺക്രീറ്റിൻ്റെ ഒരു ബെഡാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ കൊടുത്തത് കൊണ്ട് അതിലൂടെ വെള്ളം ഒഴുകിപ്പോയാലും അവിടെ ഇറോഷൻ ഉണ്ടാവില്ല, സ്കോറിംഗ് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എപ്രോൺ. നെക്സ്റ്റ് ടേമാണ് റെയിലിങ്സ്. അല്ലെ, നമ്മളെല്ലാവരും ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അതിന് രണ്ട് സൈഡിലായിട്ടും ഒരു ഷോർട്ട് പാരപ്പറ്റ് വോളും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഷോർട്ട് പാരപ്പറ്റ് വോളാവാം, ഇല്ലെങ്കിൽ റെയിൽസിൻ്റെ രൂപത്തിൽ റെയിലിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ബ്രിഡ്ജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഭാഗമാണ് റെയിലിങ്സ്. ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടി തന്നെയാണ് റെയിലിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്രിഡ്ജിൻ്റെ ആവാം, അല്ലെങ്കിൽ കൾവേർട്ടിൻ്റെ ആവാം, അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് റെയിലിങ്സ്. ദീസ് ആർ ദ ഷോർട്ട് പാരപ്പറ്റ് വാൾസ് ഓർ റെയിലിങ്സ് അലോങ് ദ റോഡ് ഓർ റെയിൽവേ ഓൺ ബോത്ത് സൈഡ് ടു പ്രിവെൻറ്റ് ദ പേഴ്സൺ ഓർ വെഹിക്കിൾ ഫ്രം ഫാളിങ് ദ ബ്രിഡ്ജ് ഓർ കൾവേർട്ട്. ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാരും അതുപോലെ വെഹിക്കിൾസും ഒന്നും താഴത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ബ്രിഡ്ജിന് രണ്ട് സൈഡിലും കൊടുക്കുന്ന ഒരു ഭാഗമാണ് റെയിലിങ്സ്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, ഇതിൽ റെയിലിങ്സ് നമുക്ക് കാണാം. നെക്സ്റ്റ് പാർട്ടാണ് ബിയറിങ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ബിയറിങ്സ്. ബിയറിങ്സ് എന്ന് പറയുന്നത് അബട്ട്മെൻറ്റിൻ്റെയും പിയേഴ്സിൻ്റെയും മുകളിലായിട്ട്, അതിന് മുകളിൽ സ്ലാബ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അബട്ട്മെൻറ്റും പിയറിൻ്റെയും മുകളിലായിട്ട് സ്ലാബിൻ്റെ ഇടയിലായിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ബിയറിങ്. ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. ബിയറിങ് ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബിയറിങ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ സ്ട്രക്ചറിന്, അതായത് ബ്രിഡ്ജിന് ഒരു ലോഞ്ചിറ്റ്യൂഡിനലും ആംഗുലാർ മൂവ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹെവി ലോഡഡ് വെഹിക്കിൾസ് ഒക്കെ ഈ ബ്രിഡ്ജിന് മുകളിലൂടെ പോകുമ്പോൾ അതിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ടാവുന്ന
പ്രോബ്ലംസ് അതിനൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, ബ്രിഡ്ജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ താഴെയുള്ള ഈ പിയർ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ് ഇടയിലായിട്ടാണ് ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. These are the support provided to the superstructure of the bridge at the abutment and piers, allowing for longitudinal angular movement to the main girders of the bridge. ഇവിടെ ഫിഗർ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് ഡെക്കിംഗ്. ഡെക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ കൊടുക്കുന്ന ഒരു കാരേജ് വേ ആണ്. അതിനെയാണ് ഡെക്കിംഗ് എന്ന് പറയുന്നത്. The bridge having the carriageway constructed near the top level of the main supporting member of the superstructure. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഡെക്കിംഗ് അതിന് മുകളിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടേമാണ് വാട്ടർ വേ. വാട്ടർ വേ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിന് താഴെ വെള്ളം പോകുന്ന അതിൻ്റെ മൊത്തം ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് വാട്ടർ വേ എന്ന് പറയുന്നത്. The cross-sectional area through which the water flow under a bridge is known as the waterway of the bridge. ബ്രിഡ്ജിന് താഴെ വെള്ളം ഒഴുകുന്ന ഒരു പോർഷൻ ഉണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് അതിൻ്റെ ഏരിയയാണ് വാട്ടർ വേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ബ്രിഡ്ജിന് താഴെ വെള്ളം പോകുന്നത് അല്ലേ, ആ ഭാഗം തന്നെയാണ് അതിൻ്റെ വാട്ടർ വേ. നെക്സ്റ്റ് ടേമാണ് ലീനിയർ വാട്ടർ വേ. ലീനിയർ വാട്ടർ വേ എന്ന് പറയുന്നത് ഒരു മഴക്കാലമാണ്. മഴക്കാലത്ത് വെള്ളം നോർമൽ കണ്ടീഷനിൽ നിന്നും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്, ബ്രിഡ്ജിൻ്റെ താഴത്തോട്ടും അതുപോലെ റിവറിൻ്റെ ബാങ്ക്സിലോട്ടൊക്കെ അതിങ്ങനെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി ഉള്ള ലെങ്ത്തിൽ നിന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗത്തിനെയാണ് ലീനിയർ വാട്ടർ വേ എന്ന് പറയുന്നത്. ഹൈ ഫ്ലഡഡ് കണ്ടീഷനിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പരന്ന് ഒഴുകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ആ ഭാഗമാണ് ലീനിയർ വാട്ടർ വേ. It is the length which is available in the bridge between extreme edge of water surface at the highest flood level time measured at right angle to the abutment face. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, അതിൽ ബ്രിഡ്ജ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ട് ബാക്കിലായിട്ട് ലീനിയർ വാട്ടർ വേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അബട്ട്മെൻറ്റ് ഫേസിൽ നിന്ന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ലീനിയർ വാട്ടർ വേ മെഷർ ചെയ്യുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ആ പോർഷനാണ് ലീനിയർ വാട്ടർ വേ. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് മെഷർ ചെയ്യുന്നത്? ഹൈ ഫ്ലഡഡ് കണ്ടീഷനിലാണ്, റെയിനി സീസണിലാണ്, വെള്ളം കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടീഷനിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ബ്രിഡ്ജിന് താഴെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് റിവറിൻ്റെ സൈഡിലോട്ടൊക്കെ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഫിഗറാണ് ഉള്ളത്. നെക്സ്റ്റ് ടേമാണ് സ്കപ്പേഴ്സ്. സ്കപ്പേഴ്സ് എന്ന് പറയുന്നത് കോസ്വേയുടെ ഒരു ചെറിയ രൂപമാണ്. കോസ്വേ എന്ന് പറഞ്ഞാൽ സബ്മേഴ്സിബിൾ ബ്രിഡ്ജസിനെയാണ് കോസ്വേ എന്ന് പറയുന്നത്. കോസ്വേ പ്രൊവൈഡ് ചെയ്യുന്നത് വെള്ളം ഒരു ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റിലോട്ട് അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോകാനുള്ള ഒരു അലോ ചെയ്യുന്ന വേ ആണ് കോസ്വേ. അതിന് കൊടുക്കുന്ന സബ്മേഴ്സിബിൾ ബ്രിഡ്ജസിനെയാണ് കോസ്വേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് സ്കപ്പേഴ്സ്. ഇറ്റ് ഈസ് miniature form of causeway which extend across the entire width of the formation. അതൊരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടേമാണ് വാട്ടർ കുഷ്യൻ. വാട്ടർ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലോട്ട് ഒഴുകുകയാണെങ്കിൽ, അതായത് ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഫോൾ ചെയ്യുമ്പോൾ താഴെയുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ലെയർ ആണെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? അതിന് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് ബെഡിലോട്ട് വീണ് അതിൽ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാട്ടറിൻ്റെ ലെവൽ ബോട്ടം മോസ്റ്റ് പോർഷനിൽ കൊടുക്കണം. വാട്ടർ അതിൻ്റെ ഒരു പൂള് പോലെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വാട്ടർ കുഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ടർ കുഷൻ കൊടുക്കുന്നതിന് ഉദ്ദേശം ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലോട്ട് വെള്ളം വീഴും ഫോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ടർ ഫോൾ ചെയ്യുമ്പോൾ ഇമ്പാക്റ്റ് കൊണ്ട് അതിൻ്റെ ഫ്ലോറിന് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ ഫ്ലോറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് വാട്ടർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പിൽ വേസിലും അതുപോലെ തന്നെ ഡാമിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിൽ ഇതുപോലെ വാട്ടർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ പൂൾ ഓഫ് വാട്ടർ കൺസ്ട്രക്റ്റഡ് ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം, chute drop or other spillway structure and act as cushion to absorb the impact of falling water. ഹൈറ്റിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു വാട്ടർ കുഷ്യൻ ആയിട്ടാണ്, ഒരു വാട്ടർ ബെഡായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്.
അല്ലേ, ഇവിടെ ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്റെ മുകളിൽ നിന്ന് വെള്ളം വീഴാണ്. ടോട്ടൽ എനർജി ലെവൽ എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ നിന്ന് വെള്ളം താഴത്തോട്ട് വീഴുമ്പോൾ അതിന് താഴെ ഒരു കോൺക്രീറ്റിൻ്റെ ബെഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കോൺക്രീറ്റിലോട്ട് വീഴുകയാണെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ ചെയ്യുമ്പോൾ അതിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് താഴെയായി ഒരു വാട്ടർ ലെവൽ, അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വീഴുന്നത് എവിടേക്ക് തന്നെയാണ്, വെള്ളത്തിലോട്ട് തന്നെയാണ്. അപ്പോൾ ഹൈ ലെവലുള്ള അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലോട്ട് വീഴുന്ന ഭാഗത്തും വെള്ളം ഉണ്ട്. അപ്പോൾ അതിന് താഴെയുള്ള കോൺക്രീറ്റ് ബെഡിനൊന്നും ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വാട്ടറിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ടർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ല, ഈ ഫിഗറിൽ താഴെ കോൺക്രീറ്റ് ബെഡ് കാണാൻ സാധിക്കും. അപ്സ്ട്രീം സൈഡ്, ഡൗൺ സ്ട്രീം സൈഡ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് ഹൈ ഫ്ലഡ് ലെവൽ, HFL. എപ്പോഴായിരിക്കും വെള്ളം ഹൈ ലെവലിൽ എത്തുന്നത്? റെയിനി സീസണിൽ അല്ലേ, മഴക്കാലത്ത് വെള്ളം റിവറിൻ്റെ മാക്സിമം ലെവൽ വരെ എത്തുന്നുണ്ട്. ഹൈ ഫ്ലഡഡ് കണ്ടീഷനിൽ അല്ല മാക്സിമം വെള്ളം അതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. റെയിനി സീസണിലാണ് സാധാരണയായിട്ട് HFL മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ദ ഹയസ്റ്റ് ഫ്ലഡ് എവർ റെക്കോർഡഡ് ഓഫ് എ റിവർ ഓർ സ്ട്രീം. റിവറിൽ വരുന്ന മാക്സിമം വെള്ളത്തിന് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഹൈ ഫ്ലഡ് ലെവൽ. നെക്സ്റ്റ് ടേം ആണ് ലോ വാട്ടർ ലെവൽ. ലോ വാട്ടർ ലെവൽ ആ ടേമിൽ തന്നെയുണ്ട്. വെള്ളം ഏറ്റവും കുറവുള്ളത് റിവറിലാണെങ്കിലും സ്ട്രീം ഏതാണെങ്കിലും അതിന് ഏറ്റവും ലോ ആയിട്ട് വരുന്ന വാട്ടർ ലെവലാണ് ലോ വാട്ടർ ലെവൽ. അതെപ്പോഴായിരിക്കും മെഷർ ചെയ്യുന്നത്? ഡ്രൈ വെതർ കണ്ടീഷനിലാണ് അല്ലേ, സമ്മർ സീസൺ അല്ലെങ്കിൽ ഡ്രൈ വെതർ കണ്ടീഷനിലാണ് ലോ വാട്ടർ ലെവൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഹൈ ഫ്ലഡ് ലെവൽ മാക്സിമം വാട്ടർ ലെവലാണ്. ലോ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം വാട്ടർ ലെവലാണ്. ആ റിവറിൽ അല്ലെങ്കിൽ സ്ട്രീമിൽ ഉണ്ടാവുന്ന വാട്ടറിൻ്റെ ഏറ്റവും മിനിമം ലെവലിനെയാണ് ലോ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം വാട്ടർ ലെവൽ ഓഫ് ദ റിവർ ഓർ സ്ട്രീം ഇൻ ഡ്രൈ വെതർ. ഓക്കെ, അപ്പോൾ ഇതിന് ബ്രിഡ്ജിന് താഴെ കണ്ടോ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ അതിന് വെള്ളം കുറഞ്ഞിട്ടുള്ള ലെവലാണ് ലോ വാട്ടർ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് ഓർഡിനറി ഫ്ലഡ് ലെവൽ. ഓർഡിനറി ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു റിവറിൽ എത്രത്തോളം വെള്ളം വരാൻ സാധ്യതയുണ്ട്, നോർമലി എത്ര ഉണ്ടാവും എന്നതിൻ്റെ ഒരു അളവാണ് ഓർഡിനറി ഫ്ലഡ് ലെവൽ. ഇറ്റ് ഈസ് ദ ഫ്ലഡ് ലെവൽ വിച്ച് നോർമലി ഒക്കേഴ്സ് ഇൻ ദ റിവർ ഓർ സ്ട്രീം എവറി ഇയർ. ഓരോ വർഷവും എത്രത്തോളം ആ ബ്രിഡ്ജിൻ്റെ ബോട്ടത്തിൽ ആ റിവറിൽ എത്ര വെള്ളം കയറും എന്നതാണ് ഓർഡിനറി ഫ്ലഡ് ലെവൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു ടേമാണ് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് മെഷർ ചെയ്യുന്നത് ഹൈ ഫ്ലഡ് ലെവലിൻ്റെയും അതുപോലെ തന്നെ ക്രൗണിൻ്റെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. റോഡിൻ്റെ ക്രൗണിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷനും തമ്മിൽ എടുക്കുന്ന വെർട്ടിക്കൽ ഡിഫറൻസിനെയാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളത്തിൻ്റെ ഹൈ ലെവൽ, അത് വെള്ളം ഏറ്റവും മാക്സിമം വരുന്ന ലെവലാണ് ഹൈ ഫ്ലഡ് ലെവൽ അല്ലേ. അതുപോലെ തന്നെ പാസേജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. റോഡിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ക്രൗണ്, അതിൻ്റെ ബോട്ടം വരെയുള്ള വെർട്ടിക്കൽ ഡിഫറൻസിനെയാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ HFL ആൻഡ് ലെവൽ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ ക്രൗൺ ഓഫ് ദ റോഡ് സ്ട്രക്ചർ അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിന്റ്. ഇമ്പോർട്ടൻ്റ് ആണിത്. ഇതിലൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രീ ബോർഡിൻ്റെ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടേം ആണ് എഫ്ലെക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകൾക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എഫ്ലെക്സ്. ഒരു റിവർ അല്ലെങ്കിൽ ഒരു കനാൽ, അതിൻ്റെ ബോട്ടത്തിലൂടെ വെള്ളം ഇങ്ങനെ പോവുകയാണ്. അപ്പം ഇങ്ങനെ വെള്ളം പോകുമ്പോൾ അതിലേതെങ്കിലും തരത്തിൽ ഒബ്സ്ട്രക്ഷൻ വരികയാണ്. അപ്പം ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോൾ അത് വെള്ളം റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ റൈസിനെയാണ് എഫ്ലെക്സ് എന്ന് പറയുന്നത്. അല്ല, ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതിന് സെൻറ്ററിലുള്ള പിയറിൽ തട്ടിയിട്ട് അത് വെള്ളം ഇങ്ങനെ റൈസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിനെയാണ് എഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റൈസ് ഇൻ ദ ലെവൽ ഓഫ് ദ റിവർ വാട്ടർ ലെവൽ കോസ്ഡ് ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ ബൈ ദ ബ്രിഡ്ജ്. ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ റൈസിനെയാണ് എഫ്ലെക്സ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സ്കോർ. സ്കോർ എന്ന് പറയുന്നത് വെള്ളം റിവർ ബെഡിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിൽ നിന്ന് സോയിൽ ഇങ്ങനെ ഇറോഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സപ്പോർട്ടുകൾക്കടിയിൽ നിന്ന് വെർട്ടിക്കലി സോയിലിന് കട്ട് ചെയ്ത് പോവുകയാണ്. അതങ്ങനെ ഇറോഡ് ചെയ്ത് പോകുന്നതിനെയാണ് സ്കോർ എന്ന് പറയുന്നത്.
ദ വെർട്ടിക്കൽ കട്ടിംഗ് ഓഫ് റിവർ ബെഡ് ഈസ് നോൺ ആസ് സ്കോർ. താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, ബ്രിഡ്ജിന് താഴെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ സപ്പോർട്ട് വെർട്ടിക്കലായിട്ട് അതിൽ നിന്നിങ്ങനെ സോയിൽ ഇങ്ങനെ റോഡ് ചെയ്ത് പോയി ഒരു ഹോള് പോലെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. സ്കോർ ഹോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ റിവർ ബെഡ് ഉണ്ടായിരുന്നത് കുറച്ച് മുകളിലാണ്, അതിങ്ങനെ റോഡ് ചെയ്ത് പോയിട്ട് ഒരു കുഴിയായിട്ട് അത് ഹോളായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ വെർട്ടിക്കൽ കട്ടിംഗ് ആയിട്ട് പറയുന്നത്. സ്കോർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കട്ടിംഗ് ഓഫ് റിവർ ബെഡ് ഈസ് നോൺ ആസ് സ്കോർ. നെക്സ്റ്റ് ടേം ആണ് കാച്ച്മെൻറ്റ് ഏരിയ. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു റിസർവോയർ അല്ലെങ്കിൽ റിവർ എടുത്തു കഴിഞ്ഞാൽ അതിനടുത്തുള്ള ഒരു വലിയ പ്രദേശത്തിൽ നിന്ന് റെയിൻഫോൾ ചെയ്ത് അത് ഒഴുകി വന്നിട്ടാണ് ഈ റിസർവോയറിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആ മൊത്തമുള്ള പ്രദേശത്തിനെയാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ബൗണ്ടറി ലൈനെയാണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഏരിയ ഫ്രം വിച്ച് റെയിൻഫോൾ ഫ്ലോ ഇൻ ടു എ ഡ്രെയിനേജ് ലൈൻ ഔട്ട്ഫോൾ ഓഫ് റിസർവോയർ. ആ മൊത്തമുള്ള ഏരിയ കാച്ച്മെൻറ്റ് ഏരിയ. ദ ബൗണ്ടറി ലൈൻ ഓഫ് ദിസ് ബേസിൻ ഈസ് കോൾഡ് വാട്ടർ ഷെഡ്. ഇതിൻ്റെ ബൗണ്ടറി ലൈനെയാണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇവിടെ ഒരു ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള മൊത്തം ഏരിയയാണ് കാച്ച്മെൻറ്റ് ഏരിയ. നെക്സ്റ്റ് ടേം ആണ് റൺ ഓഫ്. ഈ റെയിൻഫോൾ ചെയ്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം മണ്ണിനടിയിലോട്ട് പോവും, അതുപോലെ തന്നെ ഒരു ഭാഗം റൺ ഓഫായിട്ട് ഒഴുകിപ്പോവാൻ അല്ലേ, ഒഴുകിപ്പോവാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഈ വെള്ളം തന്നെയാണ് റൺ ഓഫ്. ഓക്കെ, ദ പോർഷൻ ഓഫ് ദ റെയിൻഫോൾ ഓൺ എ കാച്ച്മെൻറ്റ് ഏരിയ വിച്ച് ഫ്ലോസ് ടു വാട്ടർ കോഴ്സ് ഈസ് നോൺ ആസ് റൺ ഓഫ്. ഇങ്ങനെ പെയ്യുന്ന മഴ ഒരു ഭാഗം ഒഴുകി പോകുന്നുണ്ട്, ആ ഒഴുകി പോകുന്ന ഭാഗമാണ് റൺ ഓഫ്. ഇത് ഒഴുകി ഒഴുകി ഒരു വാട്ടർ ബോഡിയിലോട്ടാണ് എത്തുന്നത്. നെക്സ്റ്റ് ടേം ആണ് കർബ് ഇൻലെറ്റ്. കർബ് ഇൻലെറ്റ് എന്ന് പറയുന്നത് കർബ് സൈഡിൽ കൊടുക്കുന്ന ഒരു ഇൻലെറ്റ് ആണ്. ഇതിൽ സ്റ്റോം വാട്ടറിനെ കളക്ട് ചെയ്ത് ഗള്ളിയിലോട്ട് കൺവേ ചെയ്യാനാണ് കർബ് ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ അപ്പർച്ചർ ഫോംഡ് ഇൻ എ കർബ് ഫോർ കൺവേയിങ് ദ സ്റ്റോം വാട്ടർ ടു ഗള്ളി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കമ്പോണൻസ്, അതിൽ വരുന്ന ടെക്നിക്കൽ ടേംസ്. നെക്സ്റ്റ് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഈ കമ്പോണൻസ് എല്ലാം ഈ ഫിഗറിൽ നിങ്ങൾ അടയാളപ്പെടുത്താം. ഇതിൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ പ്ലാനും അതുപോലെ തന്നെ എലിവേഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ച കമ്പോണൻസ് എല്ലാം നമുക്കൊന്ന് സമ്മറി ചെയ്ത് പറഞ്ഞു നോക്കാം. ഏതൊക്കെ ഭാഗം പഠിച്ചു? ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ മെയിനായിട്ട് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അല്ലേ, സബ് സ്ട്രക്ചർ എന്നും സൂപ്പർ സ്ട്രക്ചർ എന്നും. ഒരു ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് താഴെ വരുന്ന ഭാഗങ്ങളെയാണ് സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബ്രിഡ്ജിൻ്റെ ബിയറിങ്ങിന് മുകളിൽ വരുന്ന ഭാഗങ്ങളാണ് സൂപ്പർ സ്ട്രക്ചർ. സബ് സ്ട്രക്ചറിൽ വരുന്ന ഭാഗമാണ് അബട്ട്മെൻറ്റ്, പിയർ, വിങ് വാള്. സൂപ്പർ സ്ട്രക്ചറിലാണ് റെയിലിങ്, ബിയറിങ്, അതുപോലെ തന്നെ റോഡൊക്കെ വരുന്നത് മുകളിലായിട്ടാണ്. നെക്സ്റ്റ് ടൈം ഇത് പരിചയപ്പെട്ടു ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ ലൈവ് ലോഡിനെയും ഡെഡ് ലോഡിനെയും സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ലോഡിനെ താഴെയുള്ള സോയിലിലോട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പോർഷനാണ് ഫൗണ്ടേഷൻ. നെക്സ്റ്റ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. അതിൽ ബ്രിഡ്ജിൻ്റെ എൻഡ് സപ്പോർട്ടിനെയാണ് അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന സപ്പോർട്ടിന് എന്ത് പറയും? പിയേഴ്സ് ആണ്. താൽക്കാലമായിട്ട് കൊടുക്കുന്ന പിയറിന് എന്ത് പറയും? ക്രിബ്സ് എന്നാണ് പറയുന്നത്. ടെമ്പററി പിയേഴ്സ് ആണ് ക്രിബ്സ്. അബട്ട്മെൻറ്റ് രണ്ട് സൈഡിലുമായി വോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊടുക്കുന്ന വോളാണ് വിങ് വോള്. വിങ് വോളിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതിൻ്റെ സൈഡിലുള്ള അപ്രോച്ചസ്, എംബാക്ക്മെൻറ്റ് അതിലെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ വാട്ടറിൻ്റെ വേവ് ആക്ഷനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അപ്രോച്ചസ്. അപ്രോച്ച് റോഡ് എന്തിനാണ് കൊടുക്കുന്നത്? ബ്രിഡ്ജിലോട്ട് എൻ്റർ ചെയ്യുന്ന ഭാഗമാണ്. ബ്രിഡ്ജിന് രണ്ടറ്റത്തും അപ്രോച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് റോഡാവാം, ഇല്ലെങ്കിൽ റെയിൽവേ ആവാം. നെക്സ്റ്റ് സ്പാൻ. സ്പാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. ക്ലിയറൻസ്. ബ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് എടുക്കുന്ന മിനിമം ഡിസ്റ്റൻസ് ആണ് ക്ലിയറൻസ്. റോഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ വിഡ്ത്തും ഡെപ്തും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടേം റിവെറ്റ്മെൻറ്റ്. റിവെറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിവർ ബാങ്കിലും റിവർ ബെഡ്സിലും സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോയിലിൻ്റെ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് റിവെറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കനാലിൻ്റെ എൻട്രൻസിലും ഔട്ട്ലെറ്റിലും കോൺക്രീറ്റിൻ്റെ ഒരു ബെഡാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറയും? അതിനെയാണ് എപ്രോൺ എന്ന് പറയുന്നത്. അത് കോൺക്രീറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ മേസൺറിയുടെ ആവാം. ഒരു
ഫ്ലോറിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്കോറിംഗ് ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രിഡ്ജിന് മുകളിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് റെയിലിങ്സ്. ബ്രിഡ്ജിന് രണ്ട് സൈഡിലുമായിട്ട് റെയിലിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്ജിന് താഴത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയാണ് റെയിലിങ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് ബിയറിംഗ്. ബിയറിംഗ് എവിടെ കൊടുക്കുന്നത്? അബട്ട്മെൻറ്റിൻ്റെയും പിയറിൻ്റെയും മുകളിലായിട്ട്, അതിൽ കൊടുക്കുന്ന ഗിർഡേഴ്സിൻ്റെ ഇടയിലായിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ബിയറിംഗ്. ഇതിന് ആംഗുലാർ മൂവ്മെൻറ്റും ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബിയറിംഗ് ആണ്. ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോർഷനിലായിരിക്കും അതിൻ്റെ ക്യാരേജ് വേ പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടൊരു വേ കൊടുക്കുന്നുണ്ട്, അതാണ് ഡെക്കിങ്. നെക്സ്റ്റ് വാട്ടർ വേ. വാട്ടർ വേ എന്ന് പറയുന്നത് എന്താണ്? വെള്ളം പോകുന്ന, ബ്രിഡ്ജിന് താഴെ വെള്ളം പോകുന്ന അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലെ ഏരിയയാണ്. ലീനിയർ വാട്ടർ വേ എന്ന് പറഞ്ഞാൽ വെള്ളം ഫ്ലഡഡ് കണ്ടീഷനിൽ ഒരു റെയിനി സീസണിലൊക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും മൊത്തം അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മൊത്തമുള്ള ഒരു ലീനിയർ ഡിസ്റ്റൻസ് ആണ് ലീനിയർ വാട്ടർ വേ. സ്കപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിനിയേച്ചർ ഫോമാണ്, കോസ് വേയുടെ മിനിയേച്ചർ ഫോമാണ്, ചെറിയ രൂപമാണ്. വാട്ടർ കുഷൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈറ്റിൽ നിന്ന് വെള്ളം താഴത്തോട്ട് വീഴുമ്പോൾ അതിലുണ്ടാകുന്ന കോൺക്രീറ്റ് ബെഡിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടി ഒരു വാട്ടർ ലെവൽ കൊടുക്കുന്നുണ്ട്, അതാണ് വാട്ടർ കുഷൻ. പിന്നെ നമ്മൾ ലെവലുകളാണ് പറഞ്ഞത്. ബ്രിഡ്ജിൻ്റെ മാക്സിമം, അത് ബ്രിഡ്ജിന് താഴെ ഒരു റിവറിൽ വരുന്ന മാക്സിമം വാട്ടർ ലെവലാണ് ഹൈ ഫ്ലഡ് ലെവൽ. അതിലുണ്ടാകുന്നത് റെയിനി സീസണിലായിരിക്കും ഹൈ ഫ്ലഡ് ലെവൽ മെഷർ ചെയ്യുന്നത്. ഏറ്റവും ലോ ആയിട്ട് വരുന്ന വാട്ടർ ലെവലാണ് ലോ വാട്ടർ ലെവൽ. ഡ്രൈ വെതർ കണ്ടീഷനിലായിരിക്കും ലോ വാട്ടർ ലെവൽ മെഷർ ചെയ്യുന്നത്. ഓർഡിനറി ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നോർമലി ആ റിവറിൽ എത്ര വെള്ളം ഉണ്ടാവും എന്നതാണ് ഓർഡിനറി ഫ്ലഡ് ലെവൽ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫ്രീ ബോർഡ്. എന്താ ഫ്രീ ബോർഡ്? ഒരു റിവറിൻ്റെ മാക്സിമം വാട്ടർ ലെവൽ ഹൈ ഫ്ലഡ് ലെവലും അതുപോലെ തന്നെ റോഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് വരുന്ന ക്രൗണും അതിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷനും തമ്മിലുണ്ടാവുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് എപ്ലെക്സ്. ബ്രിഡ്ജിന് ബോട്ടം മോസ്റ്റ് പോർഷനിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ അതിലേതെങ്കിലും ഭാഗത്തിൽ ബ്രിഡ്ജിൻ്റെ കമ്പോണൻറ്റിൽ തട്ടിയിട്ട് അത് വെള്ളം റൈസ് ചെയ്യുന്നതിനെയാണ് എപ്ലെക്സ് എന്ന് പറയുന്നത്. സ്കോർ എന്താണ്? വെർട്ടിക്കൽ കട്ടിങ്ങിനെയാണ്, റിവർ ബെഡിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ കട്ടിംഗ് ആണ് സ്കോർ. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വെള്ളം ഒരു വാട്ടർ ബോഡിയിലേക്ക് എത്തുന്നത് ഒരു മൊത്തമുള്ള പ്രദേശത്തിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ടാണ്, റെയിൻ ഫോൾ ചെയ്ത് അത് കളക്ട് ചെയ്തിട്ടാണ് വാട്ടർ ബോഡിയിലോട്ട് എത്തുന്നത്. ആ മൊത്തമുള്ള ഒരു പ്രദേശത്തിനെയാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതിനൊഴുകി വരുന്ന വെള്ളമാണ് റൺ ഓഫ്. കർബ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ കർബിൽ കൊടുക്കുന്നൊരു ഇൻലെറ്റ് ആണ്, വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർബ് ഇൻലെറ്റ് കൊടുക്കുന്നത്. ഇത്രയും ടേംസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ടേംസ് ആണ്. ഇനി നമുക്ക് ഏതൊക്കെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ സ്ട്രക്ചർ ബിൽഡ് ടു വാലി, റോഡ്, റിവർ ഓർ എനി അതർ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾ. വാലി, റോഡ്, റിവർ ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു തടസ്സം വരികയാണ്. അപ്പോൾ അതിന് ക്രോസ് ആയിട്ട് കൊടുക്കുന്ന സ്ട്രക്ചർ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ഈസ് നോൺ ആസ്. ബ്രിഡ്ജിൻ്റെ എൻഡ് സപ്പോർട്ടിന് എന്താണ് പറയുന്നത്? ഓപ്ഷനിൽ നിന്ന് കറക്റ്റായ ആൻസർ ചൂസ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ കട്ടിംഗ് ഓഫ് റിവർ ബെഡ് ഈസ് നോൺ ആസ്. റിവർ ബെഡിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ കട്ടിങ്ങിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ടേം, ദ ലോവസ്റ്റ് പാർട്ട് എ സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ് ദ ലോഡ് ടു ദ സോയിൽ. ഒരു ബ്രിഡ്ജിൻ്റെ താഴത്തെ ഏറ്റവും മോസ്റ്റ് പോർഷനാണ് ഇത്. സൂപ്പർ സ്ട്രക്ചർ ലോഡ് ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൈസ് ഇൻ ലെവൽ ഓഫ് ദ റിവർ വാട്ടർ കോസ്ഡ് ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ ബൈ ദ ബ്രിഡ്ജ്. ബ്രിഡ്ജിൽ ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ എ ലെയർ ഓഫ് കോൺക്രീറ്റ് ഓർ മേസൺറി സ്റ്റോൺ ലെയ്ഡ് അറ്റ് എൻട്രൻസ് ഓർ ഔട്ട്ലെറ്റ് ഓഫ് കൾവേർട്ട് ടു പ്രിവെൻറ്റ് സ്കോർ. ഒരു കൾവേർട്ടിൻ്റെ എൻട്രൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലെറ്റ് ഭാഗത്തോ കോൺക്രീറ്റിൻ്റെയോ മേസൺറിയുടെ ഒരു ലെയർ കൊടുക്കുന്നതിന് എന്താണ് പറയുന്നത്? ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം ഫോർ എ പൂൾ ഓഫ് വാട്ടർ കൺസ്ട്രക്റ്റഡ് ഇൻ എ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് എ ഡാം ടു അബ്സോർബ് ദ ഇമ്പാക്ട് ഓഫ് ഫാളിംഗ് വാട്ടർ. ഹൈറ്റിൽ നിന്ന് വാട്ടർ ഫോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഭാഗത്തിന് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ട്രാൻസ്ഫർ ലോഡ്സ് ഫ്രം ദ ഗിർഡേഴ്സ് ടു ദ പിയർ ക്യാപ്. ഒരു ഭാഗം പ്രൊവൈഡ് ചെയ്യുന്ന ഗിർഡേഴ്സിൽ നിന്ന് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഭാഗം ഏതാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ
The high blood level and the level of a line passing through the crown of road structure at its lowest point is called. ഹൈ ബ്ലഡ് ലെവലും അതുപോലെ തന്നെ റോഡിൻ്റെ ക്രൗണിൻ്റെ ബോട്ടം മോസ്റ്റ് പോർഷനും തമ്മിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിഫറൻസിനെ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The center to center distance between two support is known as. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ എന്താണ്, രണ്ട് സപ്പോർട്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ്? ഇത്രയാണ് നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബ്രിഡ്ജ് എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നെടുത്ത ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.